എത്ര തവണ മരണത്തെ മുഖാമുഖം കണ്ടു? 16 തവണ. 16 പ്രാവശ്യം പാമ്പ് കടിച്ചിട്ട്. അതിൽ സുരേഷ് തന്നെ പോയി എന്ന് തോന്നിയത് ഏത് വർഷമായിരുന്നു? ഒരു പ്രാവശ്യം തോന്നിയിട്ടില്ല. ഏറ്റവും കൂടുതൽ കടി മേടിച്ച ആളല്ല ഏറ്റവും നല്ല പാമ്പ് പിടിക്കാരൻ. 25 കൊല്ലമായിട്ട് ഇവിടെ പാമ്പ് പിടിക്കുന്ന ജോചേട്ടനുണ്ട്. ഒരു കടി പോലും കിട്ടില്ല. ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ല റെസ്ക്യൂർ ആരാണ് എന്ന് ചോദിച്ചാൽ ജോചേട്ടനാണ്. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. അപ്പൊ നിങ്ങളിപ്പോ ട്രെയിനിങ് കൊടുത്ത് പാമ്പ് കടി കേട്ടവരെയൊക്കെ മോശം എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളിപ്പോ കൊടുത്തൊരു 100 പേർക്ക് 5 ദിവസം കടി കിട്ടി. അവരെയൊക്കെ നിങ്ങൾ അടിച്ചു കേരളത്തിൽ നിന്ന് പോകാൻ പറയോ? അതല്ല ഉദ്ദേശം. ഈ ബാബ സുരേഷ് ആണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആദ്യ കാലങ്ങളിൽ പാമ്പ് പിടിക്കാൻ എന്നിട്ട് ഈ പകുതി പഠിച്ചിട്ട് പോയ ആളാണ് ഇപ്പൊ മൊത്തം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ബാബ സുരേഷിനെ തെറി പറയും. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. We are living in a very cruel society. നിങ്ങൾക്ക് നിയമപരമായിട്ട് പാമ്പ് പിടിക്കാൻ അവകാശമില്ല. നിങ്ങൾക്ക് ലൈസൻസ് ഇല്ല. എക്സ്പീരിയൻസ് ആണ് മനുഷ്യ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടി. പാമ്പിനെ കൈകാര്യം ചെയ്യാൻ നാട്ടിലെ നിയമം അനുസരിച്ച് നിങ്ങൾ പാലിക്കുന്നുണ്ടോ നിയമം? ഞാൻ നിയമം പാലിക്കുന്നുണ്ടോ എന്നുള്ളതല്ല, ഞാൻ ലൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പാലിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും നോക്കണേ. അപ്പൊ പിന്നെ അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട. വോളണ്ടിയേഴ്സിന് മാത്രമേ നിയമപരമായിട്ട് കേരളത്തില് പാമ്പിനെ ഹാൻഡിൽ ചെയ്യാനും റെസ്ക്യൂ ചെയ്യാനും അനുവാദം. നീ അങ്ങനെ പുച്ഛിക്കൊന്നും വേണ്ട. എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. റെസ്ക്യൂർമാർന്ന് പറഞ്ഞ് പിടിക്കുന്ന ആൾക്കാര് പാമ്പിനെ കൊണ്ട് പല ജനവാസ മേഖലയിലും തുറന്നു വിടുന്നുണ്ട്. തെളിവ് സഹിതം എന്റെ ഉണ്ട്. ഞാൻ വിട്ട കാര്യം കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, പുള്ളിന്ന് പാമ്പിനെ പിടിക്കുന്നില്ലേ? ഇപ്പോഴും പിടിക്കുന്നുണ്ട്. എങ്ങനെ പിടിക്കണേ? 3000, 3500, 4000, 2500 പൈസ വാങ്ങിച്ചിട്ടാ പിടിക്കണത്. രാജഗോപാലെ പിടിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നോ? ഒരാളിങ്ങനെ കാലിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ തലയിൽ പിടിച്ചോണ്ട് പോകുന്നു. ഞാൻ തലയിൽ പിടിക്കുന്നതാണ് കംപ്ലൈന്റ്. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ നമ്മുടെ പാമ്പിനെ രക്ഷിക്കാനാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മളൊരു രീതി പറയുന്നത്. നമ്മൾ ലൈസൻസിന്റെ കാര്യമല്ല പറയുന്നത്. നമ്മൾ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയിൽ. അതെ, ആ രീതിയിൽ ചെയ്താൽ പോരെ. റോഷിജിയുടെ ഒരു 50ഓളം വീഡിയോസ് എന്റെ ഉണ്ട്. പുള്ളി ഇങ്ങനെ അണലിയൊക്കെ തൂക്കിക്കൊണ്ട് പോകുന്ന വീഡിയോ ഞാൻ കാണിച്ചത്. എനിക്കത് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുണ്ട്. പാമ്പ് കടിച്ചാല് ഉപ്പുവെള്ളം കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഉപ്പുവെള്ളം കുടിച്ചാൽ മതി എന്നാണ് സുരേഷ് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് സുരേഷ് ആശുപത്രി കിടന്നപ്പോ 160 വയൽ ആന്റിവെനമാണ് എടുത്തത്. വെനമുള്ള കോബ്ര ബൈറ്റ് കെട്ടിക്കഴിഞ്ഞാൽ പൊക്കിളും ചുറ്റും നാടൻ ചികിത്സ പ്രത്യേകിച്ച് പറയും. നമുക്ക് ഗുളിക കിട്ടും. പൊക്കിളും ചുറ്റും കഫം കെട്ടുമ്പോൾ ആ കഫം പുറത്തേക്ക് കളയാനായിട്ട് ഉപ്പുവെള്ളം കുടിക്കുന്നത് സേവിച്ചിരുന്നു എന്ന് കൃത്യമായിട്ട് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? എന്തുകൊണ്ട് സുരേഷ് എനിക്ക് ബോധമില്ല സഹോദര. ഞാൻ ബോധമില്ലാണ് ഇവിടുന്ന് പോകുന്നത്. കാറി കയറിയപ്പോ എന്റെ ബോധം പോയി. എന്നെ ബോധം എടുത്തോണ്ട് പോകണത്. ആന്റി സ്നേക് വെനം അല്ലാതെ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ വേറൊരു മറുമരുന്നില്ല അതിന്. അത് ഒന്നുകിൽ വൈദ്യന്മാർ കൊടുക്കുന്ന മരുന്നുകൾ വിജയിക്കുന്നത്, അത് ഒന്നുകിൽ ഡ്രൈ ബൈറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ പാമ്പ് കടിച്ചിട്ടുണ്ടാവില്ല. നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഈ നോക്കിയാ എന്നെ തിരുത്താൻ വരില്ലേ? ലക്ഷ്മിക്കുട്ടി അമ്മയ്ക്ക് ദേശീയ പുരസ്കാരം കൊടുത്തു. എന്താണ് പത്മശ്രീ കൊടുത്തത്? എന്തിനാ കൊടുത്തത്? നാടൻ ചികിത്സാ രീതി പാമ്പുകളെ ചികിത്സിച്ച് 369 പേരെ രക്ഷിച്ചതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് പത്മശ്രീ കൊടുത്തത്. അപ്പൊ നിങ്ങൾ അത് മാത്രം പറയരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. ഓഡിയൻസ് എനിക്ക് വരാനല്ല, അവിടെ ഇരിക്കുന്ന എല്ലാവരും നെഗറ്റീവ് മാത്രമേ പുള്ളിക്കാരന്റെ കാണുന്നുള്ളൂ. നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നെഗറ്റീവ് പറയുന്നത്. കെട്ടാൻ വരുന്ന പോത്തിനോട് വേറെ ഓതിയിട്ട് കാര്യമില്ല. ഇവരെ അടിച്ച് പുറത്താക്കണം, അതേ വഴിയുള്ളൂ. സ്വയം നെഗറ്റീവ് ഉണ്ടോ നോക്കിയിട്ടുള്ള മറ്റൊരാളുടെ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. സമാധാനമായ ഒരു സ്വസ്ഥമായിട്ട് വണ്ടി റിപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യാമോ? എന്നാ പിന്നെ ഞാനങ്ങട്